ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് അമ്പലത്തിൽ പോവാം കേട്ടോ. ഇവിടെ ഇടവട്ടി അമ്പലത്തിലാട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ഔഷധ സേവ നടക്കുവാണ്. എല്ലാ വർഷവും കർക്കിടകം 16-ന് ഇവിടെ ഔഷധ സേവ നടക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ 3 വർഷമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വന്നതാട്ടോ. രാവിലെ ഒരു 7:30 ഇപ്പോൾ ഇറങ്ങി. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പിന്നെ അപ്പച്ചിയും മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ടതാന്നേ. എല്ലാവർക്കും പൊട്ട് വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നതിന് ശേഷം. പിന്നെ എനിക്ക് നാണയപ്പറ ഉണ്ടായിരുന്നു, ഒരു നേർച്ചയായിരുന്നു അവിടെ. അങ്ങനെ ആ വഴിപാട് കഴിച്ചു. ഈ കഴിഞ്ഞ വർഷം മാത്രം പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണമെന്ന് കരുതിയതായിരുന്നു. അങ്ങനെ ചെന്നതാട്ടോ. കഴിഞ്ഞ വർഷം ചെയ്യേണ്ട നേർച്ചയായിരുന്നു, അതിപ്പോഴാണ് ചെയ്യാൻ പറ്റിയത്. നാണയപ്പുറ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിത് ഈ വർഷം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു കോയിൻ നമ്മളെ കയ്യിൽ തന്നു വിടും അവർ. അടുത്ത പ്രാവശ്യം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്ക് തിരികെ ആ കോയിന് ഒരു പിടി നാണയമായിട്ട് തരണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പിന്നെ നമുക്ക് എന്താ ഇഷ്ടം എന്നുള്ള ഒരു വഴിപാട് കൂടി പറഞ്ഞിട്ട് പോകണമെന്നാണ് പറഞ്ഞത്, നേർച്ചയായിട്ട്. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു തരുമായിരുന്നു, അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു. എത്ര നിന്നാലും മതിയാവില്ല കേട്ടോ ഈ അമ്പലം നടയിൽ. നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ തോന്നും. ഞാൻ അല്ലാണ്ട് പോകുമ്പോൾ തന്നെയായാലും എനിക്ക് അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. പുറത്തുനിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഈ അമ്പലത്തിൽ വരുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഔഷധം കഴിച്ച് കഴിഞ്ഞിട്ട് ഔഷധ കഞ്ഞി കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഞ്ഞി കുടിക്കാൻ വന്നിരുന്നതാണ്. ഔഷധ കഞ്ഞി കഴിച്ചതാണ്. ഔഷധം കഴിച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ കാട്ടി ഇപ്രാവശ്യം ഒത്തിരി തിരക്കായിരുന്നു കേട്ടോ. ഞാൻ പിന്നെയും കുറച്ചു നേരം നടയിൽ പോയി നിന്ന് തൊഴുതു കേട്ടോ. ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അച്ഛനിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ഒത്തിരി നാളായിട്ട്, ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അച്ഛൻ്റെ കാലിൽ നല്ലോണം നീര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേരത്തിലായിരുന്നു. ഇപ്പോൾ അച്ഛന് കംപ്ലീറ്റ് നീരെല്ലാം പോയി. ഒത്തിരി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും കുറയാത്തപ്പോൾ മരുന്നുകളെല്ലാം നിർത്തി. പ്രവർത്തനം മാത്രമായപ്പോഴത്തേക്ക് കുറഞ്ഞായിരുന്നു. അങ്ങനെ അതിനെപ്പറ്റി ഇപ്പോൾ പക്ഷേ വീഡിയോയിൽ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയി നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ഭയങ്കര നീരായിരുന്നു. കാലനക്കാൻ പറ്റാത്ത രീതിയിലുള്ള നീരായിരുന്നു കാലിൽ. ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറി സാധാരണ രീതിയിലായി. ഇപ്പം വേദന അങ്ങനെയൊന്നുമില്ല. ഇനി ഇച്ചിരി കളർ കൂടി മാറി കിട്ടാനുണ്ട്. അന്ന് നീര് വന്നിട്ട് കംപ്ലീറ്റ് കറുത്ത് എന്താണ് നമുക്ക് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാല്. ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറി നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, വേദനയില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. ശരിക്കും ഞങ്ങൾ പേടിച്ചിരുന്നു. പലരും പറഞ്ഞ് കിഡ്നീൻ്റെ അസുഖമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച അച്ഛനെന്നും വീട്ടിൽ ചെന്നിരുന്ന് ഭയങ്കര വിഷമമായിരുന്നെന്ന് അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ കുറഞ്ഞതെന്നൊന്നും അറിയില്ല. 1-2 ആഴ്ച മുന്നേ വരെ അതിന് കംപ്ലീറ്റ് നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞതിന് ശേഷം ആ നീര് കംപ്ലീറ്റ് മാറി. ശരിക്കും ഭഗവാനൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന നിമിഷങ്ങളാട്ടോ ഇത്. ഒരിക്കലും മാറില്ല എന്ന് കരുതിയത് ഇത്രയും പെട്ടെന്നെല്ലാം കംപ്ലീറ്റ് മാറുന്നതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഭഗവാനുണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല ഈ സന്തോഷങ്ങളൊക്കെ. ആ അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോഴേ നമുക്കതൊക്കെ ഫീൽ ചെയ്യത്തുള്ളൂ. പിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പച്ചി അമ്മയും കൂടി തിരുമേനിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തൊഴുത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ശരി, താങ്ക് യു.